ഇസ്രായേൽ ന്യൂയോർക്ക് ടൈംസിനും വെളിപാട്. ന്യൂയോർക്ക് ടൈംസിന് എന്ത് പറ്റി? യൂറോപ്പിലെ ഇസ്രായേൽ അനുകൂലികളായ രാഷ്ട്ര നേതാക്കൾക്ക് എന്ത് പറ്റി? പെട്ടെന്നെന്തേ അവർ ഇസ്രായേലിൻ്റെ കുറ്റം കണ്ടു തുടങ്ങുന്നു? കഴിഞ്ഞ ദിവസം ഗസയിലേക്ക് സഹായവുമായി യൂറോപ്പിൽ നിന്ന് ഫ്ലോട്ടില ബോട്ടുകൾ പോയി. ഇസ്രായേൽ അത് തടഞ്ഞ് അതിലെ 470-ലേറെ വരുന്ന ആക്ടിവിസ്റ്റുകളെ പിടികൂടി. അവരെ മർദ്ദിച്ചു, അവഹേളിച്ചു, അതിൻ്റെ ദൃശ്യങ്ങളെടുത്തു. ഇസ്രായേലിലെ പോലീസ് മന്ത്രി ബെൻ ഗവീർ അവരെ തെറി വിളിക്കുകയും അതിൻ്റെ എല്ലാം വീഡിയോ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതോടെ യൂറോപ്യൻ രാജ്യങ്ങളിലെ ഭരണാധികാരികൾ പതിവില്ലാത്ത വിധം ക്രുദ്ധരായി. അനേകം സ്വതന്ത്ര മാധ്യമങ്ങൾ ഇതിലെ പൈശാചികത തുറന്നുകാട്ടി. ബെൻ ഗവീർ തികഞ്ഞ വംശീയവാദിയാണ്. ക്രിസ്ത്യാനികളുടെ നേർക്ക് തുപ്പുന്നതിൽ തെറ്റില്ല എന്ന് പറയുന്നവരാണ് അയാൾ. ഇപ്പോൾ രക്ഷാപ്രവർത്തകർക്ക് നേരെ തിരിഞ്ഞിരിക്കുന്നു. അതാണ് ജേർണലിസ്റ്റ് ജോർജ് ഗാലവേ പറയുന്നത്. These are international citizens, seized in international waters, kidnapped with no lawful authority, and look at how they are being treated in front of the cameras. And as you put it, Ben Gvir released this himself. Yes. This is not a leak. This was him boasting to the Israeli electorate how he treated the citizens of multiple allied countries. Because, of course, most of the countries from which these people came have backed Israel resolutely over the last couple of years. This is the arrogance, the contempt. This Ben Gvir is the man who said that spitting on Christians is not a crime in Israel. It's a tradition. ഗസ വംശഹത്യ, ലബനാൻ വംശഹത്യ, വെസ്റ്റ് ബാങ്കിലെ അധിനിവേശം, ഇതുകൊണ്ടൊന്നും ഇളകാതിരുന്ന പാശ്ചാത്യ ഭരണാധികാരികൾ ഇപ്പോൾ ഇസ്രായേലിനെ വിമർശിക്കാൻ തുടങ്ങുന്നു. കാരണം ഇപ്പോൾ ഇരയായത് പാശ്ചാത്യരാണ്. A monstrous, undignified and humiliating spectacle, as the Spanish foreign minister put it. 7 യൂറോപ്യൻ രാജ്യങ്ങൾ, ഇറ്റലി, ഫ്രാൻസ്, ബെൽജിയം, നെതർലൻഡ്സ്, UK, പോർച്ചുഗൽ, സ്പെയിൻ, ഒപ്പം കാനഡയും US-ഉം എല്ലാം ഇസ്രായേലിനെതിരെ തിരിഞ്ഞു. Italy, France, Canada, Belgium, the Netherlands, the United Kingdom, Portugal, and Spain suddenly discovered their moral compass, summoning ambassadors and demanding clarifications. ഈ ഫ്ലോട്ടില സംഭവത്തിന് മുൻപ് തന്നെ ഇസ്രായേലിൻ്റെ പേര് ലോക സമൂഹങ്ങൾക്കിടയിൽ തീർത്തും മോശമായി കഴിഞ്ഞതാണ്. വിവിധ പഠനങ്ങൾ പറഞ്ഞത് ആഗോളതലത്തിൽ ഏറ്റവും വെറുക്കപ്പെട്ട രാജ്യം ഇസ്രായേലാണ് എന്നത്രേ. ഇസ്രായേൽ തന്നെ നടത്തിയ ഒരു റിസർച്ചിൻ്റെ ഫലം ഡ്രോപ്പ് സൈറ്റ് വെളിപ്പെടുത്തി. ഇസ്രായേൽ വംശഹത്യ നടത്തുന്ന അപ്പാർത്തൈറ്റ് രാജ്യമാണെന്ന് ജനസമൂഹങ്ങൾ US-ലെയും UK-യിലെയും ജർമ്മനിയിലെയും ഫ്രാൻസിലെയും സ്പെയിനിലെയും ജനങ്ങൾ കരുതുന്നു. ഇസ്രായേലിൻ്റെ ഫലസ്തീൻ വിരുദ്ധ വ്യാജ പ്രചാരണം ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. പ്രതിച്ഛായ തകരുമ്പോൾ ഇസ്രായേൽ ചെയ്യുക സ്വയം തിരുത്തുകയല്ല, മറിച്ച് പ്രോപ്പഗാൻഡ ശക്തിപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഇത്തവണ അവർ പ്രോപ്പഗാൻഡ ബജറ്റ്, ഹസ്ബറ ബജറ്റ് കുത്തനെ കൂട്ടുകയാണ്. പക്ഷേ ഫലമുണ്ടാകില്ലെന്ന് നിരീക്ഷകർ പറയുന്നു. കാരണം ഇസ്രായേലിൻ്റെ ചെയ്തികൾ എല്ലാവരും കണ്ടിരിക്കുന്നു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. പ്രതിച്ഛായ പടുകുഴിയിലാണ്. അമേരിക്കക്കാരിൽ പോലും ഇസ്രായേലിൻ്റെ ഇമേജ് നന്നേ താഴ്ന്നു എന്ന് ഗാലപ്പ് പോൾ. അപ്പോഴാണ് പുതിയ ഫ്ലോട്ടില വിവാദവും. സർവേകളിൽ മാർക്ക് പിന്നെയും കുറഞ്ഞു. ഏറ്റവും മോശം രാജ്യമെന്ന് ലോകം ഇസ്രായേലിനെ കരുതുന്നു എന്ന് അലയൻസ് ഓഫ് ഡെമോക്രസീസ്. ലോകാഭിപ്രായത്തിൻ്റെ കോടതിയിൽ ഇസ്രായേൽ തകർന്നെന്ന് ഇസ്രായേലി പത്രമായ ഹാരറ്റ്സ്. ഇനിയിപ്പോൾ പ്രോപ്പഗാൻഡ ശക്തിപ്പെടുത്തിയാലൊന്നും അത് മെച്ചപ്പെടില്ലെന്ന് ടൈംസ് ഓഫ് ഇസ്രായേൽ. ഇപ്പോൾ പാശ്ചാത്യരും പുറംതിരിയുന്നു. ഫ്ലോട്ടില സംഭവത്തെപ്പറ്റി ദ ഹിന്ദു റിപ്പോർട്ടിൽ നിന്ന്. They came as big heroes. Look at them now. לא גיבורים ולא כלום, תומכי טרור. אני אומר לראש הממשלה נתניהו, תן לי אותם לעוד הרבה זמן. תן לנו אותם בבתי הכלא של המחבלים, ככה זה צריך להיות. ഇത്രയും കാലം ഇസ്രായേലിന് വേണ്ടി ദാസ്യവേല ചെയ്ത പാശ്ചാത്യ മാധ്യമങ്ങളും തിരിഞ്ഞു തുടങ്ങിയിരിക്കെ ന്യൂയോർക്ക് ടൈംസിലും വരുന്നു ഒരു റിപ്പോർട്ട്. മെയ് 17 വന്ന ഈ റിപ്പോർട്ട് തടങ്കലിലുള്ള ഫലസ്തീൻകാരോട് ഇസ്രായേലി പട്ടാളക്കാർ ചെയ്യുന്ന ക്രൂരതകൾ അനാവരണം ചെയ്യുന്നു. 2 തവണ പുലിറ്റ്സർ സമ്മാനം നേടിയിട്ടുള്ള നിക്കോളസ് ക്രിസ്റ്റോഫ് എന്ന ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റാണ് ഇത് തയ്യാറാക്കിയത്. ഒക്ടോബർ 7 ഹമാസുകാർ ഇസ്രായേലി സ്ത്രീകളെ കൂട്ടമായി പീഡിപ്പിച്ചു എന്ന വ്യാജ പ്രചാരണം ന്യൂയോർക്ക് ടൈംസ് അടക്കം നടത്തിയിരുന്നു. അത് ഏറ്റുപിടിച്ച്
പല നേതാക്കളും ഹമാസിനെ അപലപിച്ചു. പക്ഷേ ഇസ്രായേലി പട്ടാളക്കാർ ഫലസ്തീൻകാരോട്, കുട്ടികളോട് പോലും നായ്ക്കളെ വരെ ഉപയോഗിച്ച് ചെയ്യുന്ന പാതകങ്ങൾ ആരെയും ഞെട്ടിക്കാത്തതെന്ത് എന്ന് ചോദിക്കുന്നു ക്രിസ്റ്റോഫ്. You've heard of the rape of Israeli women? Where the hell are you? Women raped, assaulted, paraded as trophies. Uses rape as a weapon of war. Sexual violence as a weapon of war by Hamas. I went to the West Bank to talk with Palestinians who experienced sexual assault firsthand by Israeli soldiers, settlers, and prison guards. Their harrowing accounts, backed by lawyers, surveys, and international reports, suggest that sexual violence by Israelis against Palestinians is widespread. And that raises the question, where is the revulsion against sexual assault now? തൻ്റെ റിപ്പോർട്ടിന് ക്രിസ്റ്റോഫ് ഇട്ട തലക്കെട്ട് തന്നെ ദ സൈലൻസ് ദാറ്റ് മീറ്റ്സ് ദ റേപ്പ് ഓഫ് പാലസ്തീനിയൻസ് എന്നാണ്. ഫലസ്തീൻകാർ ഭേദ്യം ചെയ്യപ്പെടുമ്പോഴത്തെ മൗനം എന്ന്. നെതന്യാഹു എത്ര നിഷേധിച്ചാലും അദ്ദേഹത്തിൻ്റെ ഭരണത്തിൽ ഈ കൊടും പീഡനം വർദ്ധിച്ചിരിക്കുന്നു. 14 ഇരകളിൽ നിന്നും മറ്റും തെളിവ് ശേഖരിച്ചാണ് ക്രിസ്റ്റോഫിൻ്റെ റിപ്പോർട്ട്. Prime Minister Netanyahu has called accusations of sexual violence by Israelis baseless. But my reporting suggests that sexual violence has greatly worsened under Netanyahu in recent years. What exactly does this look like? നിഷ്കൃഷ്ടമായ അന്വേഷണത്തിലൂടെ തെളിഞ്ഞ കാര്യങ്ങളാണ് റിപ്പോർട്ടിലുള്ളത്. That documented 14 cases of sexual assault against Palestinians in the West Bank by Israeli soldiers and settlers. The examples included systematic cases of rape in prisons, sometimes through the use of dogs, and the sexual abuse of Palestinian children. ഈ വെളിപ്പെടുത്തൽ ഇസ്രായേലിനെ അലോസരപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂയോർക്ക് ടൈംസിനെതിരെ അവർ മാനനഷ്ട കേസ് കൊടുക്കുന്നു. ന്യൂയോർക്ക് ടൈംസും നേര് പറയാൻ തുടങ്ങിയാൽ അവർ കുഴങ്ങും. കാരണം ഇത്ര കാലവും ഇസ്രായേലിനോട് അന്ധമായ വിധേയത്വം പുലർത്തിയ പത്രമാണ് ന്യൂയോർക്ക് ടൈംസ്. ഹമാസിനെതിരെ വ്യാജ ആരോപണം ഇസ്രായേലി സൈന്യം ഉന്നയിച്ചപ്പോൾ അതിന് വ്യാജ റിപ്പോർട്ട് വഴി താങ്ങ് നൽകിയിട്ടുണ്ട് അവർ. 2023 ഡിസംബറിൽ സ്ക്രീംസ് വിതൗട്ട് വേർഡ്സ് എന്ന തലക്കെട്ടിൽ പ്രസിദ്ധപ്പെടുത്തിയ റിപ്പോർട്ട് കള്ളമായിരുന്നു. ഹമാസിനെതിരായ ആരോപണങ്ങൾ തെളിവില്ലാതെ നിരത്തുന്നതായിരുന്നു ആ റിപ്പോർട്ട്. 1/2 ഡസനിലേറെ ഫാക്ട് ചെക്കർമാർ അത് പരിശോധിച്ചു. അതിലെ ഓരോ കള്ളവും പൊളിച്ചു കാട്ടി. സ്ക്രീംസ് വിതൗട്ട് വേർഡ്സ് അല്ല, സ്ക്രീംസ് വിതൗട്ട് പ്രൂഫ് ആണ് അതെന്ന് ദ ഗ്രേ സോൺ. അൽ ജസീറ സമഗ്രമായി തന്നെ അത് പൊളിച്ചു. യെസ് മാഗസിനും ദ ഇന്റർസെപ്റ്റും ഇലക്ട്രോണിക് ഇന്തിഫാദയും അടക്കം അനേകം മാധ്യമങ്ങൾ ആ റിപ്പോർട്ടിലെ വ്യാജങ്ങൾ തുറന്നുകാട്ടി. അനേകം ജേർണലിസം പ്രൊഫസർമാർ ന്യൂയോർക്ക് ടൈംസിനോട് റിപ്പോർട്ട് പുനഃപരിശോധിക്കാൻ ആവശ്യപ്പെട്ടു. ഇസ്രായേലികൾ തന്നെ ടൈംസിന്റെ വ്യാജം ചൂണ്ടിക്കാട്ടി. ന്യൂയോർക്ക് ടൈംസിനകത്ത് ഭിന്നിപ്പും തർക്കവും ഉണ്ടായി. ജൂത സംഘടനയായ ജൂയിഷ് വോയിസ് ഫോർ പീസ് ടൈംസിനെ പഴിച്ചു. മറ്റനേകം അന്യായങ്ങളിലും ന്യൂയോർക്ക് ടൈംസ് ഇസ്രായേലി പക്ഷത്തോട് ചേർന്ന് നിന്നിട്ടേയുള്ളൂ. അപ്പോൾ ക്രിസ്റ്റോഫിൻ്റെ റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്താൻ ഇസ്രായേലിനോട് ദാസ്യം പുലർത്തുന്ന ടൈംസിന് എങ്ങനെ കഴിഞ്ഞു? ഇസ്രായേലിനോടുള്ള മതിപ്പ് ലോകത്ത് ഇല്ലാതായി എന്നത് ഒരു കാരണം. മറ്റൊന്ന്, ന്യൂയോർക്ക് ടൈംസിനെ വിമർശിച്ചും ന്യൂയോർക്ക് വാർ ക്രൈംസ് എന്ന് ആ പത്രത്തിന് പേരിട്ടും ധാരാളം ലേഖനങ്ങളും കമൻറ്റുകളും കുറച്ചു കാലമായി പ്രചരിക്കുന്നുണ്ട്. ടൈംസ് അടക്കമുള്ള മാധ്യമങ്ങൾ വംശഹത്യക്ക് കൂട്ടുനിൽക്കുന്നതായി, ഇസ്രായേലുമായി ഒത്തുകളിക്കുന്നതായി ആക്ഷേപം വ്യാപകമായിട്ടുണ്ട്. വിശ്വാസ്യതയ്ക്കേറ്റ ക്ഷതം ടൈംസിനെ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചതാവാം. പക്ഷെ അപ്പോഴും അവർ ഇസ്രായേൽ ലോബിയെ കൈവെടിഞ്ഞിട്ടില്ല. ക്രിസ്റ്റോഫിൻ്റെ ലേഖനത്തിനെതിരായ വിമർശനങ്ങൾക്ക് മാത്രമായി ഒരു പ്രത്യേക കോളം അവരനുവദിച്ചു. മാത്രമല്ല, പഴയ വ്യാജ വാർത്തയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ എന്ന വിശേഷണം കനിഞ്ഞു നൽകിയ പത്രം ക്രിസ്റ്റോഫിൻ്റെ നിശിതവും സൂക്ഷ്മവും സമഗ്രവുമായ അന്വേഷണ റിപ്പോർട്ടിന് ഒപ്പീനിയൻ, അഭിപ്രായം എന്ന മുദ്രയാണ് ചാർത്തിക്കൊടുത്തത്. വ്യാജം ഇൻവെസ്റ്റിഗേഷൻ ആകുമ്പോൾ യഥാർത്ഥ ഇൻവെസ്റ്റിഗേഷൻ വെറും ഒപ്പീനിയൻ ആകുന്നു. അതാകുന്നു ന്യൂയോർക്ക് ടൈംസിൻ്റെ യുക്തി. ഇസ്രായേൽ സ്വയം തുറന്നു കാട്ടുന്നു. ഇസ്രായേൽ പക്ഷ മാധ്യമങ്ങളും സ്വയം തിരിച്ചറിയുകയാണ്, സ്വയം വെളിപ്പെടുകയാണ്. ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു. വിശേഷങ്ങളും ദൃശ്യങ്ങളും media_scan@media1tv.in എന്ന വിലാസത്തിൽ അയക്കാം. പഴയ ലക്കങ്ങൾക്ക് മീഡിയ 1 വെബ്സൈറ്റ് സന്ദർശിക്കുക.